എല്ലാവർക്കും നമസ്കാരം. അനിഴ നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 17ാമത്തെ നക്ഷത്രമാണ് ഈ അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ നക്ഷത്രനാഥൻ ശനിയാണ്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളോടൊപ്പമുള്ള പൂയം, അനിഴം, ഉത്രട്ടാതി ഈ ഗ്രൂപ്പിൽ വരുന്ന ഈ 3 നക്ഷത്രങ്ങളും ശനി ഭരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ജ്യോതിഷത്തിൽ വിടർന്ന് വികസിച്ചു നിൽക്കുന്ന താമരപ്പൂവാണ് ഈ അനിഴ നക്ഷത്രത്തിൻ്റെ ആ ഒരു അടയാളമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഇങ്ങനൊരു അടയാളം കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ആ നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും വന്നു ചേരുന്നതാണ്. ഞാനീ പറഞ്ഞതിൽ യാതൊരുവിധ സംശയവും ഉണ്ടാവേണ്ടതില്ല. ഒരു പക്ഷേ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സന്ദേഹം തോന്നിയാൽ തുടർന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകൾ അത് കൃത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും ഈ പറയുന്നത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ അത് അങ്ങനെ വരൂ. ഇപ്പോൾ നിങ്ങളിൽ ചിന്താശീലമുള്ളവർ ഉറപ്പായിട്ടും ചിന്തിച്ചിട്ടുണ്ടാകാം, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഈ താമരപ്പൂ തന്നെ എടുത്തു? വേറെ എത്രയോ പൂക്കളുണ്ട്, അതിലേതെങ്കിലും ഒന്ന് എടുക്കാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു പോയാൽ അതിൽ നിങ്ങളെ തെറ്റു പറയാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയോ അങ്ങനെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ ഗ്രഹനിലയുടെ ആ ഒരു ബ്ലൂ പ്രിന്റും അഥവാ ഈ താമരപ്പൂവും വരിക. അതായത് ഒരു താമര അത് ജലാശയത്തിന് മുകളിൽ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അതിയായ ഭംഗിയുണ്ട്. പക്ഷെ ആ താമരയുടെ ഏറ്റവും അടിഭാഗം അത് ആ ജലാശയത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ ചെളിയിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? താമര ചെളിയിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിലും അതിൻ്റെ മുകളറ്റം ജലോപരിതലത്തിന് മുകളിൽ മനോഹരമായി വിരിഞ്ഞ് സുഗന്ധം വരുത്തുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതവും. പറയാൻ കാരണം നിങ്ങളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു ആശ്വാസമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ യാതൊരുവിധ പ്രതിഫലവും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കടുത്ത പ്രതിസന്ധികളും കുടുംബപരമായിട്ടുള്ള വെല്ലുവിളികളും ഉറപ്പായിട്ടും നേരിടേണ്ടി വന്നേക്കും. അങ്ങനെയാണെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കൊച്ചു ജീവിതം കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് നമുക്ക് വിശദമായി നോക്കാം. അതിനു മുൻപ് നിങ്ങൾ അനിഴ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിൽ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ ഈ സാധാരണ നക്ഷത്രഫലങ്ങൾ പറയുന്ന രീതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രായമനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏത് അവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കുക. അങ്ങനെ നോക്കിയിട്ട് നിങ്ങളുടെ ആ സമയത്തെ അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം ഇവിടെ ഈ അനിഴ നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നതും. മാത്രവുമല്ല, പ്രയോജനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയില്ല. പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ അത് ഒന്നുപോലും വിടാതെ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാൻ ഇനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക പോലെ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ ഭാരമെല്ലാം താങ്ങി നിർത്തുന്ന അങ്ങനെയുള്ള ഒരു അത്താണി എന്ന പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഈ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് നിങ്ങൾക്ക് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ ഈ കാണുന്ന ടേബിളിൽ നിന്നും
നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ ഈ നോട്ട് ചെയ്ത് വെച്ച നിങ്ങളുടെ ആ പ്രായം മുതലല്ല. കാരണം ഈ ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ ഓൾറെഡി പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന ജ്യോതിഷ ഫല പ്രവചനങ്ങളും അത് കൃത്യമായിരിക്കും. ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ അവരുടെ കഴിഞ്ഞു പോയ പാസ്റ്റും ഇനി അവർക്ക് വരാനുള്ള ഫ്യൂച്ചറും അത് ഏകീകരിച്ചുകൊണ്ട് ഈ ഫലപ്രവചനങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 17ാമത്തെ നക്ഷത്രമായ ഈ അച്ചടക്കത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും പ്രതീകമായ ശനി ഭഗവാൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ ദൃഢനിശ്ചയവും ആത്മാർത്ഥതയുമുള്ള ഒരു നക്ഷത്രമാണ് നിങ്ങളുടെ ഈ അനിഴ നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസപ്രകാരം പ്രകൃതിയിലെ സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ദേവനായ മിത്രനാണ് ഈ നക്ഷത്രത്തിൻ്റെ അതിദേവത. ആദ്യം നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ ജ്യോതിഷത്തിൽ ഈ വിജയത്തിൻ്റെ തോരണമോ അല്ലെങ്കിൽ താമരപ്പൂവോ ആണ് ഇതിൻ്റെ ഒരു അടയാളമായിട്ട് ജ്യോതിഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അനിഴ നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കടുത്ത പ്രതിസന്ധികളാലും അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വെല്ലുവിളികളാലും ഇവർക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെങ്കിലും സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും അതിനെയെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ വെല്ലുവിളിച്ച് അങ്ങനെ പറയുന്നതിലും തെറ്റില്ല. അപ്പോൾ ആ രീതിയിൽ അവർ ഈ പറഞ്ഞതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തെ മനോഹരമായി കെട്ടിപ്പടുക്കാനും പ്രതിസന്ധികളെ എതിർത്തു തോൽപ്പിക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ അനിഴ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം നിങ്ങൾ ശനി നക്ഷത്രനാഥനായിട്ടുള്ള നക്ഷത്രമാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികക്കൂറിലാണ്. നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വയും നക്ഷത്രാധിപൻ ശനിയും ആയതുകൊണ്ട് ചൊവ്വയുടെ ആ ഒരു പോരാട്ട വീര്യവും ധൈര്യവും ശനിയുടെ അച്ചടക്കവും ക്ഷമാശീലവും ഒരുപോലെ സമ്മേളിച്ച നക്ഷത്രക്കാരാണ് നിങ്ങൾ അനിഴ നക്ഷത്രക്കാർ. പ്രത്യേകിച്ചും സൗഹൃദങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവർ, മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഓടിയെത്തുന്ന കാരുണ്യമുള്ളവർ, എന്നാൽ തങ്ങളുടെ എല്ലാ സൗജന്യവും പിടിച്ചു പറ്റിയ ശേഷം ഒടുവിൽ തങ്ങളെ വഞ്ചിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കാത്ത സ്വഭാവമുള്ളവരും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇവരെ തീർച്ചയായും വിശേഷിപ്പിക്കാം. കാരണം ഈ വിശേഷണങ്ങൾക്ക് ഇവർ യോഗ്യരുമാണ്. എന്നാൽ ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം പ്രയത്നത്താൽ കരിയറിൽ വലിയ പദവികളും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കാൻ അതീവ ശേഷിയുള്ളവരാണ് ഈ അനിഴ നക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങളിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതായത് എല്ലാവരും ഈ രീതിയിൽ വളരെ വലിയ സമ്പന്നരാകുമെന്നല്ല ഈ പറയുന്നത്. പൊതുവെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ശനി ഭഗവാന്റെ മഹാദശയിലാണ് അനിഴ നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം വലിയ ആഡംബരങ്ങൾ നിറഞ്ഞതായിരിക്കാനുള്ള യാതൊരുവിധ സാധ്യതയും കാണുന്നില്ല. പലപ്പോഴും ഇവരുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനങ്ങളും അതുപോലെ അല്പം താഴ്ന്ന സാഹചര്യങ്ങളും ഒക്കെ കണ്ടായിരിക്കും ഇവർ വളരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ഊർജവും ഇവർ ചെറുപ്പത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കും. മാത്രമല്ല, ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ചും ഈ കഫക്കെട്ട് അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ വീഴ്ചകൾ കൊണ്ടുള്ള പരിക്കുകൾ, ഈ പരിക്കുകൾ എന്ന് പറയുമ്പോൾ മുഖത്തോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ മുറിവുകൾ ഈ പ്രായത്തിൽ ഇവർക്ക് സർവ്വസാധാരണമാണ്. അതുപോലെ തന്നെ ഇവരുടെ ജാതകത്തിൽ ശനിയുടെ സ്വാധീനം വളരെയധികം ഉള്ളത് കൊണ്ട് തന്നെ ഈ കുട്ടിക്കാലത്ത് മറ്റുള്ളവരെ പോലെ, അതായത് മറ്റു കുട്ടികളെ പോലെ ഈ കളിതമാശകൾ പറഞ്ഞ് സമയം കളയാൻ ഇവർക്ക് താല്പര്യമുണ്ടാവില്ല. കാരണം പക്വത നിറഞ്ഞ ആ ഒരു ചിന്താഗതിയും പ്രവൃത്തിയുമായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. ഇങ്ങനെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ശാന്തമായി മനസ്സിലാക്കി പഠിക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവ് പിന്നീട് ഓരോ വർഷം കഴിയുന്തോറും ഇവരുടെ ഭാവിയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും.
മാത്രമല്ല മുതിർന്നവരുടെ സ്നേഹവും ബഹുമാനവും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവരുടെ 15 വയസ്സ് വരെയുള്ള ആ കൗമാര കാലഘട്ടത്തിലേക്ക് ഇവർ വന്നെത്തുന്നത്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്ന് ഒന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ബുധദശ അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിശക്തിയും വിദ്യാഭ്യാസത്തിൽ വലിയ മുന്നേറ്റങ്ങളും ഉറപ്പായിട്ടും കൊണ്ടുവന്നു തരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ബുധൻ അനുകൂലമായി ഇവർക്ക് വരുന്നത് കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിലും കരിയറിലും വലിയ ഉന്നതി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഈ സമയത്ത് പ്രത്യേകിച്ചും എൻജിനീയറിംഗ്, IT, മെഡിക്കൽ ഫീൽഡ്, ഫിനാൻസ്, റിസർച്ച് അല്ലെങ്കിൽ ഡിഫൻസ് പോലുള്ള മേഖലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാളം, പോലീസ് തുടങ്ങിയ ഈ മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാൻ സാധ്യത വ്യക്തമായി കാണുന്നത്. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാന മാർഗം ഇവർ ഉറപ്പായിട്ടും കണ്ടെത്തും. അതായത് ഇവരിൽ ഭൂരിഭാഗം ആളുകളും ഇവരുടെ ആ ട്രേഡ് ഏതാണെന്ന് ഇവർക്ക് കൃത്യമായി ക്ലച്ച് പിടിക്കുന്ന ആ ഒരു സമയമാണ് ഈ പറഞ്ഞ 23 വയസ്സ് പ്രായം. അതുപോലെ തന്നെ അനിഴ നക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ സൗഹൃദങ്ങൾ വളരെയധികം കൂടുതലായിരിക്കും. അതോടൊപ്പം പ്രണയബന്ധങ്ങളും ഈ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ 26 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ആ ഒരു ഭദ്രത കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുന്നത്. അതായത് ഏത് വഴി പോകണം എന്ന് ഇവർ നിശ്ചയിക്കുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ പറഞ്ഞ 30 വയസ്സ് മുതലായിരിക്കും. എന്നാൽ ഈ 27 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം ഏറെക്കുറെ തെളിഞ്ഞു തുടങ്ങും. എന്നാലും 27 വയസ്സിന് ശേഷം ഏകദേശം 30 വയസ്സോടുകൂടിയായിരിക്കും വിവാഹം അത് കൃത്യമായി തെളിഞ്ഞു വരുന്നത്. അതിന് നിങ്ങൾക്ക് 30 മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിത സഞ്ചാരഗതി എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ ആ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ സഞ്ചരിച്ച് നിങ്ങൾ ഈ 50 വയസ്സിലേക്ക് എത്തിച്ചേരുമ്പോൾ നിങ്ങൾ അനിഴ നക്ഷത്രക്കാരുടെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ രൂപത്തിലായിരിക്കും അവിടെ അപ്പോൾ പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ 30കളുടെ മധ്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും അതുപോലെ തന്നെ ബിസിനസ്സിൽ വലിയ പുരോഗതിയും ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും. ഒരുപക്ഷെ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അത് ചെറുകിട ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൻകിട ബിസിനസ് ആയിക്കോട്ടെ, എന്തായാലും അതിൽ നിങ്ങൾക്ക് ഈ സമയം തീർച്ചയായിട്ടും പുരോഗതി ഉണ്ടായിരിക്കും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നത് കൊണ്ട് സ്വന്തമായിട്ട് പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ വീടോ അല്ലെങ്കിൽ ഭൂമിയോ വാങ്ങാനുള്ള ഭാഗ്യവും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, വിദേശ യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തീർച്ചയായിട്ടും തെളിഞ്ഞു കിട്ടും. അതിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രായം. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ഈ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ വെല്ലുവിളികളോ മാത്രമല്ല ഈ ഇവിടെ പ്രത്യേകിച്ചും വിശ്വസ്തരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള ചതിയോ വഞ്ചനയോ ഒക്കെ ഈ സമയത്തായിരിക്കും നിങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നാണ് നിങ്ങളുടെ ജാതകഫലമായിട്ട് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് വലിയ തുകകൾ അവർക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കുകയോ മറ്റാരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം മേടിച്ച് നിങ്ങൾ ഇവർക്ക് കൈമാറുകയോ ചെയ്താൽ അത് പിന്നീട് വലിയ ഒച്ചപ്പാടിലും ബഹളത്തിലേക്കുമൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാനും മതി. എന്നാൽ 45 വയസ്സിന് ശേഷം കേതുവിൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയൊരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ സമയം കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ കണ്ട് ഏറെ സന്തോഷിക്കാൻ അല്ലെങ്കിൽ സന്തോഷം തരുന്ന ചില മുഹൂർത്തങ്ങളും ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 49കളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീവിതം ഏറെക്കുറെ രാജകീയ തുല്യ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിച്ചേക്കുമെന്നാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. അതായത് രാജാവിനെ പോലെ ആകുമെന്നല്ല, നല്ല രീതിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും ഒരുമാതിരി തെറ്റില്ലാത്ത ധനഭാഗ്യത്തോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും.
ഇനി അടുത്തത് നിങ്ങളുടെ പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആ ഒരു ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്, പ്രത്യേകിച്ചും 55 വയസ്സിന് ശേഷം വരുന്ന ശുക്രദശയുടെയോ അല്ലെങ്കിൽ സൂര്യദശയുടെയോ ആ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ ഏറ്റവും വ്യക്തമായി യോഗം വന്നു ചേരുന്നത് ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന് തൊടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ചും സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നിങ്ങളെ തേടിയെത്തിയിരിക്കും. ഒട്ടുമിക്ക അനിഴ നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കടമകളെല്ലാം ഭംഗിയായി വീട്ടി സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു സുഖജീവിതമായിരിക്കും നിങ്ങൾ നയിക്കുക. എന്നാൽ ഈ പ്രായത്തിൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പ്രത്യേകിച്ചും 58 വയസ്സിന് ശേഷം പ്രമേഹം, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഈ രക്തസമ്മർദ്ദമോ സന്ധിവേദന പോലുള്ള രോഗങ്ങളൊക്കെ നിങ്ങളെ അലട്ടിയേക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരോഗ്യശീലങ്ങളിൽ, പ്രത്യേകിച്ചും യോഗാസനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വ്യായാമ പദ്ധതികൾ നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതിനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സ് വരെയും അതിനു മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സായന്തനത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ, നിങ്ങൾ ഈ അനിഴ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ആ ഭൗതികപരമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വരചിന്തയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തിരിയുന്ന ആ ഒരു ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംജാതമാകുന്നത്. പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ക്ഷേത്രകാര്യങ്ങളിൽ അതിലൊക്കെ നന്നായിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സമയമാണ് ഈ പറഞ്ഞ സമയം. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന ആ കഠിനമായ വഴികളെക്കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഊർജം ശേഖരിക്കാനും മുന്നോട്ട് നിങ്ങൾക്ക് പോകാനുള്ള ധൈര്യവും ഈ സമയത്താണ് നിങ്ങൾക്ക് ലഭിക്കുക. മാത്രമല്ല, ഈ അവസ്ഥയിൽ നിങ്ങൾ അനിഴ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടാതെ സ്വന്തം അന്തസ്സോടും പ്രതാപത്തോടും കൂടി നിങ്ങളുടെ ആ ഒരു വാർദ്ധക്യകാലം കഴിച്ചുകൂട്ടാൻ പ്രാപ്തിയുള്ളവരായി തീരും. മാത്രവുമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ കൃത്യമായിട്ടുള്ള സ്നേഹവും പരിചരണവും ഈ സമയത്ത് നിങ്ങളുടെ കൂട്ടിനുണ്ടാകും. അതിന് നിങ്ങളുടെ ഏകദേശം 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ജീവിതം ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, അനിഴ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളിലൂടെയും കഠിന ശ്രമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിൽ സർവ്വവിധ ഐശ്വര്യങ്ങളോടും പ്രതാപത്തോടും കൂടി ജീവിക്കുന്നവരാണ് നിങ്ങൾ അനിഴ നക്ഷത്രക്കാർ എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ജ്യോതിഷവുമായി കൂട്ടിയിണക്കി ഇവിടെ ഫലം പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെ കുറിച്ചിട്ടൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ വരാം. എങ്കിലും പൊതുവായിട്ടുള്ള ആ ഒരു വഴിപാട് ഫലങ്ങൾ പറഞ്ഞാൽ, ശനിദോഷങ്ങൾ അകന്നു മാറി ഐശ്വര്യവും സമ്പത്തും സമാധാനവും ലഭിക്കാൻ വേണ്ടി എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ശാസ്താക്ഷേത്രം സന്ദർശിക്കുന്നത് അത്യുത്തമമായിരിക്കും. അവിടെ നീരാഞ്ജനം വഴിപാട് കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഇനി ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എഴുതി ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.